രാമാപുരം എന്ന ഗ്രാമത്തിൽ ഭഗത് പാർവതി എന്ന ദമ്പതികൾ ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഓമന മകൻ സൂരി. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അവനൊരു നല്ല പെൺകുട്ടിയോടൊപ്പം കല്യാണം നടന്നു. കല്യാണം കഴിഞ്ഞ ആ പുതിയ പെൺകുട്ടിയെ അമ്മായിമ്മയുടെ അടുത്താക്കി അവിടുന്ന് പുറപ്പെടുമ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ ചെക്കന്റെ കൈ പിടിച്ച് അവനോട് ഇങ്ങനെ പറഞ്ഞു: മരുമോനെ, എന്റെ മോളെ ഞാൻ ചെറുപ്പം മുതലേ സ്നേഹിച്ചാ വളർത്തിയത്. അവൾക്ക് വീട്ടുജോലി ഒന്നും അറിയില്ല, പതിയെ പഠിച്ചോളും. അതുകൊണ്ട് അവൾ എന്തെങ്കിലും തെറ്റായി ചെയ്താൽ അവളോട് ക്ഷമിക്കണേ. അങ്ങനെ ഒരുപാട് വിഷമിച്ച് പറഞ്ഞു. അപ്പ അവളുടെ അമ്മായിമ്മ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇനി മുതൽ നീലിമ എന്റെ മകളാണ്. പാചകം പണികളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ നിങ്ങളുടെ മകളെ വിചാരിച്ച് വിഷമിക്കണ്ട. അങ്ങനെ പാർവതി അദ്ദേഹത്തിന് ആശ്വാസം നൽകി. അപ്പോ സൂര്യം അദ്ദേഹത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു: ഇവിടെ നോക്കച്ചാ, ഇവളെ മരുമകളായിട്ടാ കൊണ്ടുവന്നിട്ടുള്ളത്, വേലക്കാരിയായിട്ടല്ല. അവളും ഈ വീട്ടിലെ ഒരാളാണ്. നീലുവിനെ ഞങ്ങൾ ഭദ്രമായി നോക്കിക്കോളാം, താങ്കൾ വിഷമിക്കണ്ട. അങ്ങനെ സൂര്യം പറഞ്ഞു. അപ്പോ രണ്ടുപേരും പറഞ്ഞത് കേട്ട് ആ പെണ്ണിന്റെ അച്ഛൻ സന്തോഷത്തിൽ ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ഇത് കേട്ടാൽ മതി. ഇത്രയും നാളും അവൾക്ക് നല്ല കുട്ടിക്കളിയുണ്ടായിരുന്നു. അത് കണ്ട് ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ പേടിയേയില്ല. അങ്ങനെ പറഞ്ഞ അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടു. അതിനടുത്ത ദിവസം രാവിലെ ആയതും മരുമകൾ കോഫി കപ്പെടുത്ത് അമ്മായിമ്മയുടെ അടുത്തേക്ക് വന്നു. അപ്പോ അമ്മായിമ്മ ചോദിച്ചു: ഇവിടെ നോക്കുമോളെ, നീ മരുമകളാണ്. അതുകൊണ്ട് നിന്റെ ശീലങ്ങളൊക്കെ എല്ലാം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ വീട്ടിൽ നീ എങ്ങനെയിരുന്നോ അതുപോലെ ഇവിടെ നിനക്കിരിക്കാം. അങ്ങനെ പറഞ്ഞു. അത് കേട്ട് നീലു ഇങ്ങനെ പറഞ്ഞു: ശരിയമ്മേ, നിങ്ങൾ പറഞ്ഞ പോലെ ഇരിക്കാം. അത് കഴിഞ്ഞ കുറച്ചു നേരത്തിൽ കുളിച്ച് പ്രാർത്ഥിച്ചിട്ട് സൂര്യ അമ്മയുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞു: അമ്മേ, നീലുവിനെ എവിടേക്കെങ്കിലും പറഞ്ഞയച്ചോ? വീട്ടിൽ ഒരിടത്തും അവളെ കാണാനേയില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ പാർവതി ഇങ്ങനെ പറഞ്ഞു: അറിയില്ല മോനെ, ഇപ്പൊ കുറച്ചു നേരത്തിനു മുൻപ് കോഫി തന്നു. അങ്ങനെ പുതിയ മരുമകൾ എവിടെ പോയെന്ന് അവർ അന്വേഷിച്ചു. അപ്പോ അമ്മയും മകനും രണ്ടുപേരും നീലു ബെഡ്റൂമിൽ ഉറങ്ങിക്കൊണ്ടിരുന്നത് അവർ വന്നു നോക്കി. ഇവിടെ കിടപ്പുണ്ട്. പുതിയ സ്ഥലമല്ലേ, അവൾ ശരിക്കും ഉറങ്ങിക്കാണില്ല. അതുകൊണ്ടാ അവൾ ഉറങ്ങുന്നത്. ഇല്ല മോനെ, രാവിലെ എഴുന്നേറ്റ് എല്ലാ പണികളും അവൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് സുഖമില്ലാതായോ എന്തോ. അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ പറഞ്ഞതും സൂര്യ അവന്റെ ഭാര്യയെ തൊട്ടുനോക്കി. ദേഹം ചൂടൊന്നുമില്ല. അതുകൊണ്ട് അവൻ അവളെ എഴുന്നേൽപ്പിച്ചു. നീലു, നീലു, ഇപ്പോഴെന്തിനാ ഉറങ്ങുന്നത്? നിനക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടോ? വാ, നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് പോകാം. അപ്പോ നീലു ഉറക്കത്തിലെ ഇങ്ങനെ പറഞ്ഞു: അയ്യോ, എനിക്ക് ഒന്നുമില്ല ചേട്ടാ. എനിക്ക് സത്യത്തിൽ ഒരു കുഴപ്പവുമില്ല. പിന്നെ എന്തിനാ നീ വീണ്ടും കിടന്നുറങ്ങുന്നത്? എന്തെന്നാൽ അമ്മയാണ് പറഞ്ഞത്, നിന്റെ ശീലങ്ങൾ എന്താണോ അത് തന്നെ ചെയ്യുന്ന്. ഞങ്ങൾക്ക് വേണ്ടി നീ ഒന്നും മാറ്റണ്ട എന്ന് കൂടി പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിയത്. എന്റെ വീട്ടിൽ ഞാൻ ഉച്ചയ്ക്ക് 12 മണി ആയാലേ എഴുന്നേൽക്കുള്ളൂ. അങ്ങനെ നീലു പറഞ്ഞത് കേട്ട് പാർവതി ഒരുപാട് ഷോക്കായി. ഇതുപോലെ നീലു കുറച്ച് ദിവസങ്ങളിൽ തന്നെ ഷോക്കിന് പുറമെ ഷോക്ക് അവർക്ക് കൊടുക്കാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ സൂര്യ പുറപ്പെട്ട് ഓഫീസിലേക്ക് പോണ്ട സമയത്ത് നീലിമ വന്ന അമ്മായിമ്മയോട് ഇങ്ങനെ പറഞ്ഞു: അമ്മേ, അമ്മേ, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി രാവിലെ ഉപ്മ ഉണ്ടാക്കി വെച്ചിരുന്നു. അതിപ്പോ കാണുന്നില്ലല്ലോ. ഉണ്ടാക്കി വെച്ച ഭക്ഷണം എവിടെ പോവാനാ? അവിടെ തന്നെ ഉണ്ടാകും. അതും ഉപ്മ ആണെങ്കിൽ അവിടെ തന്നെ ഉണ്ടാകും. ശരിക്കും നോക്കുമോളെ. അങ്ങനെ അമ്മായിമ്മ പറഞ്ഞതുകൊണ്ട് വളരെ വിഷമത്തിൽ നീലു അവരോട് ഇങ്ങനെ പറഞ്ഞു: ഇല്ല അമ്മേ, ഞാൻ ശരിക്കും അന്വേഷിച്ചു. ലൈഫിൽ ഫസ്റ്റ് ടൈം അദ്ദേഹത്തിന് വേണ്ടി കുറെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ഉപ്മ അത് കാണുന്നില്ലല്ലോ. അപ്പൊ സൂര്യ അവിടേക്ക് വന്നു. എന്താണ് രാവിലെ ഇവിടെ അമ്മയും മരുമോളും കൂടി? അത് ഒന്നുമില്ല ഏട്ടാ, നിങ്ങൾക്ക് വേണ്ടി ലൈഫിൽ ഫസ്റ്റ് ടൈം കുറെ അണ്ടിപ്പരിപ്പിട്ട് ഉപ്മ ഉണ്ടാക്കി, അതിപ്പോ കാണുന്നില്ല. അത് കേട്ട് സൂര്യ ആലോചിക്കാൻ തുടങ്ങി. ഏത്, ആ റൗണ്ടായിട്ടുള്ള പാത്രമോ? ആ ഗ്യാസ് സ്റ്റൗവിൽ ഉണ്ടായിരുന്നല്ലോ, അതല്ലേ? അത് കേട്ടതും നീലു ഒരു നിമിഷത്തിൽ ഇങ്ങനെ പറഞ്ഞു: ആ, അത് തന്നെ. നിങ്ങളത് കണ്ടോ? ഞാൻ കണ്ടതാ. അടുത്ത വീട്ടിലെ ബൈൻഡിങ് ചെയ്യുന്നവരുടെ ഗ്യാസ് തീർന്നുപോയി. അതുകൊണ്ടാ ഞാൻ അവർക്ക് അതങ്ങ് എടുത്തു കൊടുത്തത്. എന്താ, അത് പശയല്ലായിരുന്നോ? അത് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പാവമാ നിഷ്കളങ്കൻ തന്റെ ഭാര്യ ഉണ്ടാക്കിയ ഉപ്മാവ് പശയാണെന്ന് കരുതി അടുത്ത വീട്ടിലേക്ക് കൊടുത്തതാലോചിച്ച് നീലു വിഷമിച്ചു. എപ്പോഴും നിശബ്ദമായ പാർവതിയുടെ വീട് മരുമകൾ വന്നതുമൂലം വളരെ കോലാഹലമായി മാറി. കുറച്ച് നാളുകൾക്ക് ശേഷം നീലു അമ്മായിമ്മയോട് ഇങ്ങനെ ചോദിച്ചു: അമ്മേ, സമ്മർ വരുന്നല്ലോ, നമുക്കെവിടെയെങ്കിലും വെക്കേഷന് പോയാലോ?
വീട്ടിലിരുന്ന് ഒരുപാട് ബോറടിക്കുന്നു. എന്റെ വീട്ടിലും ഞാൻ എപ്പോഴും സമ്മറിൽ വെക്കേഷന് പോകാറുണ്ട്. നിന്റെ അച്ഛൻ നിന്നെ ഇവിടെ വിട്ടിട്ട് പോകുമ്പോൾ എന്റെ മകൾ ചെറിയ കുട്ടിയെ പോലെയെന്ന് പറഞ്ഞപ്പോ ശരി ചെറിയ കുട്ടിയല്ലേന്ന് ചിന്തിക്കുമ്പോൾ കുഞ്ഞുങ്ങളെപ്പോലെ വാശി പിടിക്കുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. അമ്മായിയമ്മ അങ്ങനെ പറഞ്ഞതും മരുമകൾ ദേഷ്യത്തിൽ അവിടെ തന്നെയിരുന്നു. അപ്പൊ അവളെ സമാധാനിപ്പിക്കാൻ അമ്മായിയമ്മ ഇങ്ങനെ പറഞ്ഞു. അയ്യോ മരുമകളേ, നിന്റെ വാശിയുണ്ടല്ലോ ശരിക്കും കുഞ്ഞുങ്ങളെപ്പോലെയാ. ശരി ശരി വാ, നമുക്ക് ജോളിയായി ബീച്ചിൽ പോയിട്ട് വരാം. അമ്മായിയമ്മ അങ്ങനെ പറഞ്ഞതും നീലിമ ഉടനെ എഴുന്നേറ്റ് നിന്നു. ആഹാ, ബീച്ചോ? വരൂ അമ്മേ, അവിടെ ഭയങ്കര ജോളിയായിരിക്കും. അങ്ങനെ അമ്മായിമ്മയും മരുമകളും ബീച്ചിലേക്ക് പോയി. അവിടെ നീലുവിന് ബോട്ട് റൈഡ് പോകണമെന്ന് തോന്നി. അമ്മേ, നമ്മൾ കടലിൽ ബോട്ട് റൈഡ് പോയിട്ട് വരാൻ, വരൂ. അയ്യോ കടലോ, എനിക്ക് ഒരുപാട് പേടിയാ, സ്വിമ്മിങ്ങും അറിയില്ല. സാരമില്ല, എനിക്ക് സ്വിമ്മിംഗ് അറിയാലോ. നമ്മൾ ബോട്ടിലല്ലേ പോകുന്നേ, അതിന് സ്വിമ്മിംഗ് അറിയേണ്ട ആവശ്യമില്ല. പോകാം, വരൂ. അങ്ങനെ നീലിമ വാശി പിടിക്കുന്നതുകൊണ്ട് അമ്മായിമ്മ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞ അവൾ വീണ്ടും ദേഷ്യപ്പെടും. എന്റെ അവസ്ഥ നോക്ക് ദൈവമേ. അങ്ങനെ ആലോചിച്ച അമ്മായിയമ്മ ബോട്ട് ഓടിക്കുന്നവന്റെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ പറഞ്ഞു. ചേട്ടാ, ഞങ്ങളെക്കുറിച്ച് ആ ബോട്ട് റൈഡിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ആ, കൂട്ടിക്കൊണ്ട് പോകാം. ഒരാൾക്ക് 100 രൂപ. അങ്ങനെ പറഞ്ഞതും കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ വിളിച്ചു. ആ ബോട്ട് ഓടിക്കുന്നവൻ ആർക്കും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ബോട്ട് ഓടിക്കുമ്പോൾ തന്നെ കുടിക്കാനും തുടങ്ങി. അങ്ങനെ അവൻ കടലിന്റെ നടുവിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് വലിയ തിരമാല വന്നപ്പോൾ ആ ബോട്ടിന്റെ ബാലൻസ് മിസ്സായി കമിഴ്ന്നുപോയി. ഉടനെ അവരെല്ലാവരും കടലിൽ വീണു. അമ്മായിയമ്മ ഒരുപാട് പേടിച്ചു. അയ്യോ നശിച്ച കുടിയൻ പട്ടി, ശരിക്ക് ബോട്ട് ഓടിക്കാൻ പോലും അറിയില്ല. ഇപ്പൊ നോക്കി എനിക്ക് സ്വിമ്മിങ്ങും അറിയില്ല. എന്റെ മൃതദേഹമേ വീട്ടിൽ പോകുള്ളൂ. അങ്ങനെ അമ്മായിമ്മ പിറുപിറുത്തുകൊണ്ടിരുന്നു. അപ്പോ അമ്മായിമ്മയെ മരുമകൾ വലിച്ചുകൊണ്ടേ സ്വിമ്മിംഗ് ചെയ്തുകൊണ്ടേ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോയി. അത് വളരെ മനോഹരമായ ഐലാൻഡായിരുന്നു. അത് കണ്ട് മരുമകൾ നീലിമ ഇങ്ങനെ പറഞ്ഞു. ഓഹോ അമ്മേ, നമ്മൾ രണ്ടുപേരും ഒരു ഐലാൻഡിലേക്ക് വന്നു. നന്നായിട്ടുണ്ടല്ലേ അമ്മേ. നിങ്ങൾ കാരണമാണ് ഈ സമ്മർ ഡേ ഒരു ദിവസം കൊണ്ട് നമ്മളെ ഐലാൻഡിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ കാരണമല്ല, ഈ കഴുത കാരണമാ. എടാ, എവിടെയാടാ കൊണ്ടുവന്ന് വിട്ട ഞങ്ങളെ? അങ്ങനെ ചോദിച്ചതും ആ ബോട്ട് ഓടിക്കുന്നവൻ അവരോട് ഇങ്ങനെ പറഞ്ഞു. എനിക്കറിയില്ല, എന്റെ കെട്ടിറങ്ങിപ്പോയി. എനിക്കൊന്നും ഓർമ്മയില്ല. 2 എണ്ണം വീശിയില്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഇവിടെ എവിടെ കിട്ടും സാധനം? അങ്ങനെ പറഞ്ഞ ഉടനെ അമ്മായിമ്മയ്ക്ക് ദേഷ്യം വന്ന് അവിടെയുണ്ടായിരുന്ന വലിയ മരക്കഷ്ണം എടുത്ത് അവനെ അടിച്ചുകൊണ്ടേ പറഞ്ഞു. നശിച്ചവനെ, കുടിച്ചിട്ട് വണ്ടി ഓടിച്ചതുമല്ലാതെ ഞങ്ങളെവിടെയോ തള്ളിവിട്ടതുമല്ലാതെ ഇപ്പൊ ഇനിയും കുടിക്കാൻ ചോദിക്കുന്നോ? അങ്ങനെ അവനെ പിടിച്ച് തല്ലാൻ തുടങ്ങി. പക്ഷെ നീലിമ മാത്രം ഒറ്റടിക്ക് കുട്ടിയായി മാറി ആ ഐലാൻഡ് രസിച്ചുകൊണ്ടേ അവിടുന്ന് ഓടിക്കൊണ്ടേയിരുന്നു. അവിടെയുള്ള ആ അവസ്ഥ, അവിടെയുള്ള പ്രകൃതി കണ്ട് അവൾ ഒരുപാട് സന്തോഷിക്കാൻ തുടങ്ങി. അങ്ങനെ മരുമകൾ ചോദിച്ചതുകൊണ്ട് അവളുടെ അമ്മായിമ്മ അവർക്കറിയാതെ തന്നെ സമ്മർ വെക്കേഷനിൽ ഒരു ഐലാൻഡിലേക്ക് കൊണ്ടുപോയി. അന്ന് ദിവസം മുഴുവനും അമ്മായിമ്മയും മരുമകളും ആ ഐലാൻഡിൽ എൻജോയ് ചെയ്ത് വീട്ടിൽ വന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഞങ്ങളുടെ വീഡിയോസും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയറും ചെയ്യൂ. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.